തുടരുക. കടകംപള്ളി സുരേന്ദ്രൻ, മുൻ മന്ത്രി MLA നമുക്കൊപ്പം ചേരുന്നു. ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, താങ്കൾ തന്നെയാണ് പൃഥ്വിരാജുമൊത്ത് ഈ സിനിമയുടെ ആദ്യ സിനിമ ലൂസിഫർ ഷൂട്ടിംഗ് സമയത്ത് ഉണ്ടായ ചില അനുഭവങ്ങൾ പങ്കുവെച്ചതായി കണ്ടു. യഥാർത്ഥത്തിൽ ഈ സിനിമ എഡിറ്റ് ചെയ്യപ്പെടുകയാണ്. വലിയ നീക്കമാണ് ഉണ്ടായത്. സിനിമാ രംഗത്ത് നിന്നുമൊന്നും ഒരു തരത്തിലുള്ള ചെറുത്തുനിൽപ്പും ഉണ്ടാവാതെ താങ്കളെപ്പോലെയുള്ള രാഷ്ട്രീയ പ്രവർത്തകരാണ് പിന്നെയും ഈ സിനിമാ പ്രവർത്തകർക്ക് പിന്തുണ നൽകിയത്. ശരിക്കും നിരാശാജനകമല്ലേ സംഭവിച്ചത്? യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യം എത്തി നിൽക്കുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിന്റെ ശരിയായ പ്രതിഫലനമാണ് ഇപ്പോൾ ഈ സിനിമയോട് കേന്ദ്ര ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന BJPയും സംഘപരിവാർ ശക്തികളും അതിലെ വിവിധ സംഘടനകളും സ്വീകരിച്ചിരിക്കുന്ന സമീപനത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഞാൻ യഥാർത്ഥത്തിൽ പൃഥ്വിരാജിനെയോ അല്ലെങ്കിൽ മോഹൻലാലിനെയോ ഗോകുലം ഗോപാലിനെയോ ഇതിന്റെ അണിയറ പ്രവർത്തകരെയോ ഒന്നും കുറ്റപ്പെടുത്താനായിട്ട് ഞാൻ ശ്രമിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ രാഷ്ട്രം ഒരു അർത്ഥഭീകരമായിട്ടുള്ള വാഴ്ചയുടെ അവസ്ഥയിലേക്ക് ഓരോ ദിവസം കഴിയുന്തോറും നീങ്ങുകയാണ്. ഈ സിനിമയുടെ കഥയെ സംബന്ധിച്ച് മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് സാംസ്കാരികമായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള ജനാധിപത്യപരമായിട്ടുള്ള നീക്കങ്ങളെ തടയിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫാസിസ്റ്റ് സമീപനം കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മോഹൻലാലും മറ്റുമെല്ലാം തന്നെ തങ്ങളുടെ സിനിമയുടെ നിർമ്മാണം ഇത് ശരിയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ചരിത്രത്തെ പുനരാവിഷ്കരിക്കുക മാത്രമാണ് ചെയ്തത്, അതും ഏതാനും മിനിറ്റുകൾ മാത്രമാണ് അങ്ങനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞു നിന്നാൽ നാളെ മോഹൻലാലിന് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ വയ്യ, പൃഥ്വിരാജിന് എന്ത് സംഭവിക്കുമെന്ന് പറയാൻ വേണ്ടി വയ്യ. നമ്മൾ ഡൽഹിയിലെ മുഖ്യമന്ത്രിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് കണ്ടതല്ലേ? അഴിമതി വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ ഉൽപ്പന്നമായിട്ട് ഉയർന്നു വന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ ഒരു വർഷക്കാലമാണ് ED കള്ളക്കേസിൽപ്പെടുത്തി ജയിലിൽ ജാമ്യം ലഭ്യമാകാത്ത തരത്തിൽ അടച്ചത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ എതിരഭിപ്രായം പറയുന്ന, വ്യത്യസ്തമായിട്ട് അഭിപ്രായം പറയുന്ന ആരെയും തങ്ങളുടെ കൈവശമുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് കീഴ്പ്പെടുത്തുമെന്ന വലിയ സന്ദേശം ഇതിനകം തന്നെ BJPയും സംഘപരിവാർ ശക്തികളും നമ്മുടെ സമൂഹത്തിന് നൽകിയതാണ്. യഥാർത്ഥത്തിൽ മോഹൻലാലിനെ പോലുള്ള ആളുകൾ രാജ്യമാകെ ആദരിക്കുന്ന, നമ്മുടെ മലയാളികൾ മാത്രമല്ല ലോകമാകെ ആദരിക്കുന്ന ഒരു ചലച്ചിത്രകാരനെ സമ്മർദ്ദത്തിന് വിധേയനാക്കി അദ്ദേഹവും പൃഥ്വിരാജ് എന്ന് പറയുന്ന സംവിധായകൻ എത്രമാത്രം സമുന്നത നിലയിലെത്തിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ മലയാള സിനിമയുടെ ആ പരിമിതമായിട്ടുള്ള വൃത്തത്തെ ഭേദിച്ച് ഒരു ലോക സിനിമയുടെ, ക്ലാസിക് സിനിമയുടെ, ലോകത്തെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള സിനിമയുടെ നിലവാരത്തിലേക്ക് ഒരു മലയാള സിനിമയെ ഉയർത്തിക്കൊണ്ടുവന്ന ആ സംവിധായകൻ ഇന്ന് മാനസികമായി തകർക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. മല്ലികയുടെ, പൃഥ്വിരാജിന്റെ അമ്മയുടെ പരാമർശം എത്രമാത്രം വേദനാജനകമാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ നാട് എത്തിച്ചേർന്നിരിക്കുന്ന ഈ പരിതാപകരമായിട്ടുള്ള അവസ്ഥയ്ക്കെതിരായിട്ടുള്ള നിരന്തരമായിട്ടുള്ള നൈരന്തര്യപൂർണ്ണമായിട്ടുള്ള ചർച്ചയും സംവാദവും ആവശ്യമായിരിക്കുന്ന ഒരു കാലമെന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടി സാധിക്കൂ. ഇവർ നിർബന്ധിതരായതാണ്, ഇല്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റില്ല, അവർക്ക് നാളെ അവരുടെ തൊഴിലുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. സെൻസർ ബോർഡിൽ 4 വലിയ BJP RSS നേതാക്കന്മാരുണ്ടായിരുന്നല്ലോ, അവർ പദാനുപദം കണ്ടതാണല്ലോ, ഓരോ ഷോട്ടും കണ്ടതാണല്ലോ, അവർക്ക് ബോധ്യമായല്ലോ ഇതൊരു സിനിമ മാത്രമാണെന്ന്. അതുകൊണ്ടാണല്ലോ അവർ അത്യാവശ്യം വേണ്ട സ്ഥലത്ത് മാത്രം കത്രിക വെച്ചിട്ട് ഈ സിനിമയ്ക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടി തയ്യാറായത്. അപ്പോ സെൻസർ ബോർഡിലെ ഇവർ നിയമിച്ചതായിട്ടുള്ള അംഗങ്ങൾക്ക് ഉത്തമ ബോധ്യമുള്ള സെൻസറിങ്ങിന് ശേഷം പ്രകാശിതമായിട്ടുള്ള ഒരു സിനിമയ്ക്കെതിരെ വാർത്ത നൽകി അതിനെതിരെ ഓർഗനൈസറെ പോലുള്ളവയെ ഉപയോഗപ്പെടുത്തി ഭീഷണിപ്പെടുത്തി, നിരന്തരം ഭീഷണിപ്പെടുത്തി കലാകാരനെ സമ്മർദ്ദ തന്ത്രത്തിലാക്കി. അവർ ലോലഹൃദയരാണ്. യഥാർത്ഥത്തിൽ അവർക്ക് രാഷ്ട്രീയക്കാരെ പോലെ ഇങ്ങനെ എതിർത്ത് നിൽക്കാനൊന്നും സാധിക്കില്ല. പിണറായി വിജയന്മാർ വളരെ കുറച്ചേ ഉള്ളൂ നമ്മുടെ സമൂഹത്തിൽ. അത്തരം ആളുകൾക്ക് മാത്രമേ ഇവരുടെ ഈ അന്യായങ്ങളെ എതിർത്ത് ഉള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് ദീർഘകാലം നിൽക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അദ്ദേഹം അങ്ങനെ നിൽക്കുന്ന ഒരാളാണ്. അതുപോലെ മോഹൻലാലിന് സാധിക്കില്ല, നാളെ മമ്മൂട്ടിക്ക് സാധിക്കില്ല, പൃഥ്വിരാജിന് സാധിക്കില്ല, ആർക്കും തന്നെ സാധിക്കില്ല, ഗോകുലം ഗോപാലിന് സാധിക്കില്ല. അവരൊക്കെ തന്നെ ബിസിനസ്സുകാരും ഒരു സിനിമയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഭാവിയെ സംബന്ധിച്ചോ ഒരുപാട് സങ്കല്പങ്ങളുള്ളവരാണ്. അവർ ജയിലിൽ കിടക്കാൻ ആഗ്രഹിക്കുന്നവരല്ല. അവർ ജയിലിലാകുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം ഇതിനെ എതിർത്താൽ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മോഹൻലാലൊക്കെ ഇങ്ങനെ ക്ഷമ പറഞ്ഞോ മാപ്പ് പറഞ്ഞോ അല്ലെങ്കിൽ വെട്ടി മാറ്റിയോ ഒക്കെ തന്നെ എന്തായിരുന്നാലും അവരുടെ ഫീൽഡിൽ തന്നെ നിൽക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നെങ്കിൽ അതിനെ പിന്തുണയ്ക്കുക എന്ന് പറയുന്നത് ഒരു ന്യായമായ ധർമ്മം മാത്രമാണ് ഞാൻ കരുതുന്നത്. പക്ഷേ മോഹൻലാലും പൃഥ്വിരാജും ഒഴികെയുള്ള കേരളീയ സമൂഹം, സാംസ്കാരിക സമൂഹം ശക്തമായിട്ട് ഇക്കാര്യത്തിൽ ഇടപെടേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കവികൾ, സാഹിത്യകാരന്മാർ, സാംസ്കാരിക പ്രവർത്തകന്മാര്, സിനിമക്കാർക്ക് പരിമിതികളുണ്ട്. നമുക്കറിയാം, സെൻസർ ബോർഡ് എന്ന് പറയുന്ന വലിയൊരു ഒരു വടിവാള്, വെട്ടുകത്തി, അല്ലെങ്കിൽ സെൻസർ ബോർഡ് എന്ന് പറയുന്ന വലിയൊരു ഭീഷണി എല്ലാ സിനിമക്കാരുടെയും മുന്നിലുണ്ട്. അത് അവരുടെ ഇംഗിതത്തിന് മാത്രം പ്രവർത്തിക്കുന്നതാണെന്ന് അവർ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ 4 പേരോടെ ഉള്ളപ്പോൾ എങ്ങനെ ഈ ഷോട്ടുകൾ വന്നു, എങ്ങനെ ഈ സിനിമ വന്നു എന്ന് പറഞ്ഞതിലൂടെ തങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒന്നാണ്
സെൻസർ ബോർഡെന്ന് കേന്ദ്ര ഗവൺമെന്റും അവരുടെ അധികാരികളും ബോധ്യപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സിനിമക്കാർക്കെല്ലാം പരിമിതികൾ ഉണ്ടാവും, പക്ഷേ സാംസ്കാരിക പ്രവർത്തകർക്ക്, രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഈ രാജ്യത്ത് മതനിരപേക്ഷതയും ജനാധിപത്യവും ചരിത്രപരമായിട്ടുള്ള രാജ്യത്തിന്റെ ഉള്ളടക്കവും ചരിത്രത്തെ വളച്ചൊടിക്കാനോ ചരിത്രത്തെ തിരുത്തിയെഴുതാനോ പാടില്ല എന്ന് കരുതുന്നതായിട്ടുള്ള ഒരു വലിയ മാനവരാശിയുടെ പിന്തുണയും എല്ലാം തന്നെ ഇവർക്കുണ്ട്. അവർ ശക്തമായിട്ട് ഒരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ടെന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള പക്ഷം. യെസ്, എന്തായാലും വളരെ നന്ദി കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരിച്ചതിന്. എന്തായാലും മോഹൻലാലും പൃഥ്വിരാജും അല്ലെങ്കിൽ ഗോകുലം ഗോപാലനും അടക്കമുള്ളവർ നിവൃത്തികേട് കൊണ്ടാണ് ഇത്തരമൊരു നിലപാടെടുക്കേണ്ടി വരുന്നത് എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അവർക്ക് എല്ലാ പിന്തുണയും നൽകേണ്ട സാഹചര്യം കൂടി ഉണ്ട് എന്നതും പ്രസക്തമാണ്. അതാണ് കടകംപള്ളി സുരേന്ദ്രനെ പോലെയുള്ളവർ പറയുന്നത്. ഇതിനിടയിൽ